ത്തോടെ പറയാണ്, മനസ്സിന്റെ വികാരത്തിൽ നിന്ന് പറയുന്നു, നമ്മുടെ മക്കൾ അതിലേക്ക് ആയിപ്പോകാതിരിക്കാൻ നിങ്ങളവരെ തലോടണം, നമ്മുടെ മക്കളെ മുത്തം വെക്കണം, നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണം, ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. കുട്ടി പറയാണ്, ഉമ്മ എനിക്ക് ഇന്നത് കിട്ടണമെന്നൊരു മോഹമുണ്ട്, അത് നിങ്ങളൊരു കണ്ടീഷൻ വെച്ചോ. ഉദാഹരണത്തിന് സൈക്കിൾ ചോദിക്കാൻ, പ്രത്യേകിച്ച് 15,000 20,000 രൂപയുടെ അത് ഗിയറുള്ള സൈക്കിൾ ചോദിക്കാൻ. ആ സമയത്ത് നിങ്ങൾ പറയണം, വാങ്ങിത്തരാം മോനെ, പക്ഷേ നീ +2 കഴിഞ്ഞിട്ട് +2 എല്ലാറ്റിലും A+ വാങ്ങുമ്പോൾ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോയിക്കോ. കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞതെന്നറിയോ? അത് പറഞ്ഞിട്ട് നിങ്ങളെ മോഹിപ്പിക്കാനൊന്നുമല്ല. കണ്ടീഷൻ വെക്കുമ്പോൾ അത് ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. അല്ല, അങ്ങനെ തന്നെയല്ലേ? ഓരോ കാര്യങ്ങളും ഓഫർ വരുമ്പോഴാണ്. അല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ പോകുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ കണ്ടീഷനാണ് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ ദുർവ്യാഖ്യാനം നടത്താനല്ല. അഥവാ ഈ ലോകത്തിൽ